വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് 500 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ പേജ് മോണിറ്റൈസ് ആവുക, അതുപോലെ ജസ്റ്റ് 500 ഫോളോവേഴ്സോ അല്ലെങ്കിൽ 1K ഫോളോവേഴ്സോ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. ഹായ് ഫ്രണ്ട്സ്, ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നമുക്ക് എത്ര പേജസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതായത് അറ്റ് എ ടൈം ഒരേ സമയത്ത് നമുക്ക് എത്ര പേജസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. മാക്സിമം ഒരു പ്രൊഫൈലിൽ നിന്ന് 25 പേജസ് വരെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സിമിലർ കണ്ടന്റ് ആവരുത്. ഈ പേജസിലൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സിമിലർ ആവരുത്. അപ്പോൾ അത് സ്പാമായിട്ട് കണക്കാക്കിയിട്ട് നിങ്ങളുടെ പേജിന് റെസ്ട്രിക്ഷൻ വരും. അപ്പം ഈ കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് 6 to 8 ഫോട്ടോസ് അറ്റ് എ ടൈം പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഒരേ സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഇമേജസ് പോസ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, അതും കുഴപ്പമില്ലാത്ത കാര്യമാണ്. അപ്പോൾ പേജസിൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. എത്ര പേജസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, അത് പ്രോബ്ലം ഇല്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിമിലർ കണ്ടന്റ് ആവരുത്. സിമിലർ ഫോട്ടോയോ സിമിലർ വീഡിയോയോ ഒന്നും പോസ്റ്റ് ചെയ്യരുത്. അപ്പോൾ അത് ഫേസ്ബുക്ക് പേജ് റെസ്ട്രിക്റ്റഡ് ആവും. പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചത്, നമ്മുടെ ഒറിജിനൽ പ്രൊഫൈൽ പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കിയതിന് ശേഷം വീക്ക്ലി ചാലഞ്ചസ് ഒന്നും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ പ്രൊഫൈൽ പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അപ്പം മുതൽ കണ്ടന്റ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. അതായത് ഫോട്ടോസായിട്ടും റീൽസായും വീഡിയോസായും ടെക്സ്റ്റായും നമ്മൾ കണ്ടിന്യൂസ് ആയി ഡെയിലി ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോസ്റ്റ് ചെയ്യണം. അങ്ങനെ പോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഫേസ്ബുക്ക് നമുക്ക് വീക്ക്ലി ചാലഞ്ചസ് തരുള്ളൂ. ഓക്കെ, അതുപോലെ അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റിന് എൻഗേജ്മെൻറ്റും ഉണ്ടാവണം. അങ്ങനെയുള്ള കണ്ടന്റ് പോസ്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തി എൻഗേജ്മെൻറ്റ് ഉണ്ടാവുന്ന സമയത്താണ് വീക്ക്ലി ചാലഞ്ച് കിട്ടുക. മറ്റൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, നമ്മളടുത്ത് ചോദിച്ചൊരു കാര്യം, എത്ര ഫോളോവേഴ്സ് വേണം, എത്ര വാച്ചവേഴ്സ് വേണം, അതുപോലെ എത്ര ടൈമിൻ്റെ ഉള്ളിൽ മോണിറ്റൈസ് ആവും. അപ്പോൾ 500 ഫോളോവേഴ്സും ഒരു ആക്റ്റീവ് ഫേസ്ബുക്ക് അക്കൗണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർസ് എലിജിബിൾ ആവും. നമ്മൾ സ്റ്റാർസ് കിട്ടാൻ എലിജിബിൾ ആവും. അപ്പം നമ്മളുടെ ഫ്രണ്ട്സൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ കണ്ടൻറ്റൊക്കെ അവർക്ക് ഇഷ്ടമായാൽ അവർ നമുക്കൊരു എമൗണ്ട് കൊടുത്തിട്ട് സ്റ്റാർസ് തരും. അപ്പോൾ അവരൊരു എമൗണ്ട് പേ ചെയ്താലേ ഉള്ളൂ നമുക്ക് ആ സ്റ്റാർസ് കിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ അതിന് നമുക്ക് വേണ്ട എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആകെ നമുക്ക് 500 ഫോളോവേഴ്സും ഒരു 30 ഡേയ്സ് ആയിട്ട് ഒരു ആക്റ്റീവായൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് മാത്രം മതി അതിന് എലിജിബിൾ ആവാൻ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻസ്ട്രീം ആഡ്സും അതുപോലെ ആഡ്സ് ഓൺ റീൽസും കണ്ടന്റ് മോണിറ്റൈസേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇപ്പം നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷന് എല്ലാവർക്കും ഒരുവിധം അപ്ലൈ ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മൾ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എലിജിബിൾ ആവില്ല. ഇനി ആഡ്സ് ഓൺ റീൽസിൻ്റെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. ആഡ്സ് ഓൺ റീൽസിൻ്റെ എലിജിബിലിറ്റിയിൽ ഫസ്റ്റ് നിങ്ങൾ 18+ ആയിരിക്കണം. നിങ്ങളുടെ ഏജ് 18+ ആയിരിക്കണം. പ്ലസ് അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയിലായിരിക്കണം. അപ്പം ഇന്ത്യ ഈസ് ഓക്കെ, ഇന്ത്യ അത് മീറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. പിന്നെ ഉള്ളത് നമ്മൾ ഒരു 30 ഡേയ്സിൻ്റെ ഉള്ളിൽ ഒരു 5 ആക്റ്റീവ് റീൽസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഈ 5 ആക്റ്റീവ് റീൽസ് എന്ന് പറയുന്നത് 3 minutes ലെങ്ത് ഉള്ള ഒറിജിനൽ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ 5 ആക്റ്റീവ് റീൽസ് ഉണ്ടായിരിക്കണം. അത് 30 ഡേയ്സിൻ്റെ ഉള്ളിൽ നല്ല എൻഗേജ്മെൻ്റ് ഉള്ള 5 ആക്റ്റീവ് റീൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 lakh വ്യൂസും ഉണ്ടായിരിക്കണം. നമ്മുടെ റീൽസിന് 1 lakh വ്യൂസും ഉണ്ടായിരിക്കണം. അതാണ് ആഡ്സ് ഓൺ റീൽസിൻ്റെ എലിജിബിലിറ്റി. പക്ഷേ ഇപ്പം ആഡ്സ് ഓൺ റീൽസും അതുപോലെ ഇൻസ്ട്രീം ആഡ്സും മറ്റൊരു ടാബിലേക്ക് മാറ്റിയിട്ടുണ്ട്, കണ്ടന്റ് മോണിറ്റൈസേഷൻ. ഇപ്പം നമ്മൾ കണ്ടന്റ് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാണ്. ഇൻസ്ട്രീം ആഡ്സിനാണെങ്കിൽ 6 lakh minutes വാച്ച് ടൈമും 10,000 ഫോളോവേഴ്സും ഉണ്ടായിരിക്കണം ഇൻസ്ട്രീം ആഡ്സ് അവൈലബിൾ ആവാൻ. പിന്നെ നിങ്ങൾ ഇത് തന്നെ ഫോക്കസ് ചെയ്ത് കൺസിസ്റ്റൻ്റായി റീൽസ് പോസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ 3 to 6 months കൊണ്ട് തന്നെ നിങ്ങൾക്ക് 10,000 ഫോളോവേഴ്സ് എത്തിക്കാൻ കഴിയും. അതുപോലെ 2 to 4 months കൊണ്ട് 6 lakh വാച്ച് മിനിറ്റ്സും ഉണ്ടാക്കാൻ കഴിയും. പിന്നീട് വന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ പ്രൊഫൈലിൽ എന്തോ ഇഷ്യൂ കാണിക്കുന്നു എന്നാണ്. അപ്പം എന്ത് ഇഷ്യൂ ആണെന്ന് അറിയാതെ അതിനൊരു സൊല്യൂഷൻ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് എന്ത് ഇഷ്യൂ ആണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ക്ലിയർ ചെയ്യാന്നുള്ളത്.
സാധാരണയായിട്ട് വരുന്നത് ഇപ്പം നമ്മുടെ ഓഡിയോ പാർഷ്യലി മ്യൂട്ടഡ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം ആ ഓഡിയോയ്ക്ക് ഒരു ഓണർഷിപ്പ് റൈറ്റ് ഉണ്ട്, കോപ്പി റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഓഡിയോസ് യൂസ് ചെയ്യാതിരിക്കുക. ഒരുപാട് വ്യൂസ് കയറിയിട്ടില്ലെങ്കിൽ മാക്സിമം അങ്ങനെയുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ട് അതിനെ റീമിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പിന്നെ ആ പേജിനും നമുക്കൊരു വയലേഷനൊന്നും വരില്ല. പിന്നെ നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാതിരിക്കാനും അതുപോലെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്കൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള ഒരു കാര്യം, നമ്മുടെ പേജിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണൽ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാത്ത, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പാർട്ണർ മോണിറ്റൈസേഷൻ പോളിസി ഫോളോ ചെയ്യാത്ത കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നമുക്ക് മോണിറ്റൈസേഷനും അതുപോലെ പ്രൊഫൈലിൽ എന്തെങ്കിലും പ്രോബ്ലം വരും. അപ്പം എന്ത് ഇഷ്യൂ ആണ് കാണിക്കുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം. നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അത് എന്ത് ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വീഡിയോസ് ഡിലീറ്റ് ചെയ്താൽ മതി. സാധാരണ ഓഡിയോ കോപ്പിറൈറ്റ് ആണെങ്കിൽ ബെറ്റർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് പേജിൻ്റെ സേഫ്റ്റിക്ക് അതാണ് നല്ലത്. അതല്ലാത്ത വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അതുപോലെ റിലേറ്റഡ് ആയ ഇഷ്യൂ കണ്ടാൽ മാത്രമേ ഉള്ളൂ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ പേജിൽ പോവുക. വീഡിയോൻ്റെ റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം ഒരു പോപ്പപ്പ് മെനു വരും. അതിൽ മൂവ് ടു ബിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്കതിനെ ഡിലീറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആ ഡൗട്ട് ചോദിച്ച ആൾ എന്താണ് ഇഷ്യൂ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. കുറേ എനിക്ക് തോന്നുന്നു ഞാൻ മിക്സായിട്ട് പല വീഡിയോസിലായി ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങളുടെ ഡൗട്ട്സിന് ആൻസർ ചെയ്യാന്നുള്ള ഒരു ലെവലിലാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കും കമൻസും, അതായത് നിങ്ങൾ ഡൗട്ട് ചോദിച്ച് വരുമ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ളൊരു ടെൻഡൻസി നന്നായിട്ടുണ്ട്. അത് എന്നെ നന്നായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയതായി ചാനൽ കാണുന്നവർ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻസ്, സജഷൻസ് പറയാനും മറക്കല്ലേ.